2015 ഓഗസ്റ്റ് 20-നാണ് ഞാനും മൈ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്റെ ടീമിലെ എല്ലാ ആളുകൾക്കും അറിയാം, ഞാൻ ഒരു സാധാരണ ഒരു കൂലിപ്പണിയിൽ നിന്ന് വന്ന് ഒരിക്കലും ഡയറക്ട് സെല്ലിങ്ങിൽ ഇതുപോലെ വലിയ സ്വപ്നങ്ങളോ മറ്റും നേടാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ കടന്നു വന്നു. പക്ഷേ നിരന്തരമായ മീറ്റിങ്ങുകളിലും പ്രോഗ്രാം പങ്കെടുത്തതുകൊണ്ട് കുറെ ലീഡേഴ്സിന്റെ സ്പീച്ചിൽ നിന്ന് എനിക്കതിൽ എപ്പോഴും എടുത്ത് ഞാൻ പറയും, ഞാനൊരു തൃശ്ശൂർ ഒരു പ്രോഗ്രാം പങ്കെടുത്തപ്പം അതിൽ നിന്നിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ വെച്ച് നമ്മളെ ബാബു തോമസ് എന്ന വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഒരു ചെറിയ സ്പീച്ചാണ് ഞാൻ ശരിക്കും ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം. അദ്ദേഹം അന്ന് പറയാണ്, എനിക്ക് അദ്ദേഹം അന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് 4-ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. അപ്പൊ എനിക്ക് 4-ാം ക്ലാസ് ഇത്ര വിദ്യാഭ്യാസമുള്ളൂ, ഞാൻ ഇന്ന് കമ്പനിയുടെ സീലിംഗ് അച്ചീവറാണ്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ട് അതുകൊണ്ട് എനിക്കും അദ്ദേഹം വിജയിച്ചിട്ട് എനിക്കും വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ വിശ്വാസം, ആ വിശ്വാസമാണ് പിന്നീട് ബെൽജി സാറും ശൈലേഷ് സാറും അല്ലെ ലീഡേഴ്സൊക്കെ എന്തൊക്കെ പറയുന്നു അത് പൂർണ്ണമായി ഞാനും വിശ്വസിച്ചു വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കും ഷാർപ്പർ റാങ്കും അതുപോലെ സീലിംഗ് അച്ചീവർ ഒരുപാട് നേട്ടങ്ങൾ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കേണ്ടതാണ്. അപ്പോ ഇന്ന് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇതൊരിക്കലും എന്റെ കഴിവല്ല, പക്ഷെ എന്റെ ഒരു വിശ്വാസം മാത്രമായിരുന്നു. കാരണം ഞാൻ ഇതിൽ കൃത്യമായിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും നിരന്തരം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നും 100% നാളുകളിൽ ഒരുപാട് സാധാരണക്കാർ കടന്നു വരികയും അവർക്കൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ട്രെയിനിങ്ങിലും പ്രോഗ്രാമിലും എനിക്കും കിട്ടി. ആ വിശ്വാസം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ ഞാൻ നിരന്തരം ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് നമ്മളെ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടോ അത് എവിടെ സ്ഥലം, ഞാൻ കണ്ണൂരാണോ തൃശ്ശൂരിനാണോ എറണാകുളത്താണോ ഒരു സ്ഥലവും ഞാൻ നോക്കാറില്ല. ആ എവിടെയാണോ MILSന്റെ പ്രോഗ്രാം ഉണ്ട് അവിടത്തേക്ക് ഞാൻ ടീം ഉണ്ടായാലും ലീഡേഴ്സ് ഇല്ലെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ലീഡേഴ്സോടും ഡിസ്ട്രിബ്യൂട്ടേഴ്സോടും പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലീഡേഴ്സ് എന്താണോ ഇന്ന് പറയുന്നത് അത് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം ഡയറക്ട് സെല്ലിങ്ങിൽ അത്രയും വലിയ അത്ഭുതങ്ങൾ ഇനി വരാൻ പോവുകയാണ്, പ്രത്യേകിച്ച് മൈ ലൈഫിൽ. അപ്പൊ മൈ ലൈഫിൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ കൊച്ചിയിൽ വെച്ച് അങ്കമാലിയിൽ വെച്ച് നമ്മളെ പ്രവീൺ സാർ പറഞ്ഞിട്ടുള്ളൊരു വാക്ക്, നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് 2,10,000 ആണെങ്കിൽ അത് 4,10,000 അത് എത്ര ആള് വിശ്വസിച്ച് എന്ന് എനിക്കറിയില്ല, ലീഡേഴ്സിന് പറയാം. മുമ്പ് ഈ MDയുടെ കീഴിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ആ കമ്പനി അന്ന് വീക്കിലി ഇൻകം 1,30,000 രൂപ കൊടുത്തത്. അന്നും കമ്പനി പറഞ്ഞത് നാളകൾ ഇന്ന് നിങ്ങൾക്ക് 4, 5, 6 പ്രൊഡക്റ്റ് ആയിട്ടും ഈ പ്രൊഡക്റ്റ് വിറ്റ് നിങ്ങൾ ഒരു ടീമിനെ ഉണ്ടാക്കി നാളകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വരും. അന്ന് 1.30, 2.10, 4.10, 5 ലക്ഷം വരെ ലാകും. ഇത് നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ അത് ആ MDയുടെ വാക്ക് വിശ്വസിച്ച് പ്രവർത്തിച്ച് എല്ലാ ആളുകളും ഒരു 5-10 വർഷം കമ്പനിയോടൊപ്പം നിന്നപ്പം അവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്, പ്രവീൺ സാർ എന്താണോ പറഞ്ഞത് അത് 100% അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്തായാലും നാളുകളിൽ അത് 4,10,000 തന്നെ വീക്കിലി ഇൻകം നമുക്ക് ഓരോ ആളുകൾക്കും കമ്പനി തരും. അത് വിശ്വസിക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഒരു സാധാരണ ജോലി ചെയ്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിലവിൽ പണമുള്ള ആളുകളാണെങ്കിൽ
അത് വീണ്ടും വീണ്ടും ഇരട്ടിപ്പിക്കാനുള്ള അല്ലെ അത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ ഒരു സാധാരണ ജോലിക്കാരന് ഒരു സാഹചര്യം ഇന്ന് നമ്മളെ നാട്ടിലില്ല. അവിടെയാണ് വളരെ കുറഞ്ഞ മുതൽ മുടക്ക് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടൈമാണ്. എന്റെയും നിങ്ങളുടെയും സമയം എത്ര ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് നേരത്തെ വിജയിപ്പിക്കാൻ പറ്റും. കാരണം 2015 ഓഗസ്റ്റ് 20 ഞാൻ ഐഡിയ അടിച്ച സമയത്ത് പല ആളുകളും ഈ കമ്പനി ഐഡിയ അടിച്ചിട്ടുണ്ട്. പല ആളുകളും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് ആലപ്പുഴയിൽ വെച്ചാ. ഇപ്പോഴും അതിന്റെ ഫോട്ടോ ഞാൻ കാണിക്കണം വിചാരിച്ചാൽ അനൂപ് സാറ്, അനീഷ് സാറ്, ഞങ്ങൾ 12 ലീഡേഴ്സും, ബെല്ലി സാറ്, ശൈലേഷ് സാറ്, വല്ലീഷട്ടൻ, ബിജു വി കെ, ഹരികൃഷ്ണൻ സാറ്, അതുപോലെയുള്ള ഇന്ന് മൈ ലൈഫിൽ വിജയിച്ച 6 ലീഡർമാരും ഇത് നിർത്തിപ്പോയ 6 ലീഡർമാരും, അനീഷ് സാർ, അങ്ങനെ 14 പേരുടെ ഫോട്ടോ ഉള്ളത്. അന്നത് പൂർണ്ണമായ ആ ട്രെയിനിങ് വിശ്വസിച്ച 6 പേർ വിജയിച്ചു. 6 പേർ മാറി നിന്ന് അവർ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് വ്യക്തം മനസ്സിലായാലും അത് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് വല്ല വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നിങ്ങൾ 100% ഈ കമ്പനിയെയും ലീഡേഴ്സിനെയും വിശ്വസിക്കുക. എങ്ങനെ അന്ധമായിട്ടാണെങ്കിൽ അന്ധമായി. ഞാൻ പറഞ്ഞേ, ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ അങ്ങനെയാണ്. മൈ ലൈഫ് കിട്ടിയത് കൊണ്ടല്ല വിശ്വസിച്ചത്. എന്തായാലും നാളെ കിട്ടും. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കും കിട്ടും. ആ ഒറ്റ വിശ്വാസമാണ് എന്നെ എന്ത് ചെയ്തത് ഇന്ന് ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക്, ഇന്ന് പറയാവുന്ന AIJ അറിയപ്പെടുന്ന ഒരു ലീഡർ ആയിട്ട്, ഇന്റർനാഷണൽ ടീം ലീഡറായിട്ടും ലക്ഷങ്ങൾ മാസ വരുമാനങ്ങളും പേഴ്സണാലിറ്റി ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് മാറ്റങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ആ വിശ്വാസം മാത്രമാണ്. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിശ്വാസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ശ്രീധരൻ 2,10,000 അടിച്ചില്ലേ കോടികൾ വരുമാനമായല്ല. ആദ്യത്തെ ഒരു വർഷം ശ്രീധരനുള്ള കിട്ടിയ വരുമാനം വെറും 12,000 രൂപയാണ്. റൂബി റാങ്ക്. അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പല ആളുകളോടും 5,000 രൂപയുടെ 10,000 രൂപയുടെ 20,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ഒരു ലാപ്ടോപ്പാണ് വാങ്ങിയത്. അന്ന് എനിക്ക് 14 ലക്ഷം കടബാധ്യതയുണ്ട്. 18 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. ഈ കടബാധ്യത ഉള്ള സമയത്ത് ഞാൻ വീണ്ടും എങ്ങനെ ലാപ്ടോപ്പ് വാങ്ങി, അതും കടം വാങ്ങി തന്നെ 2,000 രൂപ അടച്ച് കടം വാങ്ങിയ. ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം, എനിക്കന്ന് ആളുകളോട് പേസ്റ്റ് എന്താണെന്നോ സോപ്പ് എന്താണെന്നോ, കാരണം പ്ലാൻ ഒന്നും അന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. കാരണം പ്ലാൻ കിട്ടുന്ന വരുമാനമൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സോപ്പ് വിറ്റ 25 രൂപ കിട്ടും. പക്ഷെ ഈ ആളുകളോട് ഈ സോപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്കന്ന് ലക്ഷറി സോപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ബാർ സോപ്പ് എന്താണോ ഒന്നും അറിയില്ല. ഇപ്പൊ ശൈലേഷ് സാറ് ലാപ്പിൽ ഇതിന്റെ ഫോട്ടോ കാണുന്നുണ്ട്, അതിൽ മലയാളത്തിൽ എഴുതിയ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ശൈലേഷ് സാറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് എന്റെ ലാപ്ടോപ്പിലേക്ക് ഇത് കയറ്റിയാൽ ഇത് എന്റെ പല ആളുകൾക്ക് ഇത് തുറന്ന് കാണിക്കാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലാപ്ടോപ്പ് വാങ്ങി, ആ ലാപ്ടോപ്പിൽ പ്രൊഡക്റ്റിന്റെ ഓരോ പ്രൊഡക്റ്റുകളും കയറ്റി ആളുകളെ മുന്നിൽ കൊണ്ടുപോയി ഇത് തുറന്നു വെച്ച്, ഈ ലാപ്ടോപ്പിനെ പറ്റി വലിയ വിവരമില്ലാത്ത ആളുകൾ അത് വായിക്കും. കുറച്ച് ലേശം ബുദ്ധിയുള്ള ആളുകൾ, അല്ല നീ ലാപ്ടോപ്പ് അങ്ങനെയല്ല ഓണാക്കേണ്ടത്, ലാപ്ടോപ്പ് അങ്ങനെയല്ല ഓഫാക്കേണ്ടത്, ഇതൊക്കെയാണ് ഇവരെന്നെ എന്നോട് പറയാം. കാരണം അന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ IT സ്ഥിതികളൊക്കെ ഉണ്ടാ. അന്ന് എന്റെ തുടക്കത്തിലെ കഷ്ടപ്പാടാ. ഞാൻ ആളുകളോട് ലാപ്ടോപ്പ് ശ്രീധര ഇങ്ങനെയല്ല ലാപ്ടോപ്പ് ഓഫാക്കേണ്ടത്, ലാപ്ടോപ്പ് ഇങ്ങനെയല്ല ഓണാക്കേണ്ടത്, ഇതാണ് നമ്മളെ പഠിപ്പിക്കുക. ശരിക്കും എനിക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ലാപ്ടോപ്പ് എങ്ങനെ ഓണാക്കണം എങ്ങനെ ഓഫാക്കണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ലാപ്ടോപ്പ് വാങ്ങി, ഒരുപാട് എല്ലാ പ്രോഗ്രാമിനും പോയി. 52,000 രൂപ ചെലവായിരുന്നു എനിക്ക് ആ വർഷം. കിട്ടിയത് 12,000 രൂപയാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായ സമയമാണ്, ആളുകൾ കളിയാക്കിയ സമയമാണ്.
പക്ഷേ നിരന്തരമുള്ള ട്രെയിനിങ്ങിലുള്ള വിശ്വാസം വീണ്ടും പിടിച്ചു നിന്നു. രണ്ടാമത്തെ വർഷം ഞാൻ കമ്പനിയുടെ TC ATC 2 റാങ്ക് അടിച്ചു. ടോട്ടൽ വരുമാനം 60,000 രൂപ 2 വർഷം കൊണ്ട്. ആ വർഷം ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡയറി എടുത്തു നോക്കിയാൽ ക്യാഷ് ഉണ്ടാവും. പക്ഷെ ഞാൻ അത് ഒരിക്കലും ഒരു ചെലവായിട്ടല്ല കണ്ടത്, ഒരു ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ഇന്ന് പല ആളുകളോടും ട്രെയിനിങ്ങിനോ GTSനോ വരുന്ന സമയത്ത് ആളുകൾ വരില്ല. എന്നോട് വെല്ലു സാർ ഒരു ദിവസം ഇങ്ങോട്ട് ചോദിച്ചിട്ട്, അല്ല ശ്രീധര, എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഇരുന്നിട്ട് ഇതിന്റെ കൂടെ ആരും വരുന്നില്ലല്ലോ. എന്റെ ലീഡർ വരെ വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെല്ലു സാർ ഓർമ്മിപ്പിച്ചിരിക്കെ NDC മീറ്റിൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ, എല്ലാ മീറ്റിങ്ങും ശ്രീധരൻ വരുന്നുണ്ട്, ശ്രീധരന്റെ കൂടെ ആരും വരുന്നില്ല, എന്നിട്ടും ശ്രീധരൻ വരുന്നുണ്ടല്ലോ. അപ്പം വെല്ലു സാർ വിചാരിച്ച ഞാൻ എന്താ നിർത്താത്തെന്നാ. കാരണം എനിക്ക് 100% അന്ന് പറയായിരുന്നു, നാളുകളിൽ എന്റെ കൂടെ ആളുകൾ വരും. അങ്ങനെ രണ്ടാമത്തെ വർഷം 3 റാങ്ക് അടിച്ചു, 60,000 രൂപ കിട്ടി. അടുത്ത വർഷമാണ് ശരിക്ക് എനിക്ക് 3,60,000 രൂപ വരുമാനം കിട്ടുന്നത്. മൂന്നാമത്തെ വർഷം. നാലാമത്തെ വർഷം 27 ലക്ഷം രൂപ കിട്ടി. ആദ്യത്തെ 1-2 വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത്, പണിയെടുക്കുന്ന സമയത്ത് വരുമാനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോകുകയല്ല ചെയ്യേണ്ടത്, ഈ ബിസിനസ് വീണ്ടും വീണ്ടും പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നാലാമത്തെ വർഷം ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് കമ്പനിയുടെ 2,10,000 ടച്ച് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ശ്രീധരൻ ആവശ്യക്കാരനായത്. 2015 സ്റ്റാർട്ട് ചെയ്ത് 2019 എന്റെ വീട് ജപ്തി ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് ഒറ്റ പേടിയായിരുന്നുള്ളൂ. എനിക്ക് ആകെ ഒരു 10-25 ലീഡേഴ്സ് ഉണ്ട്. കാരണം 2,10,000 കിട്ടുന്ന ബിസിനസ് കിട്ടുന്ന ഒരാള് അയാളെ വീട് ജപ്തി ചെയ്യുമ്പോ ആ ടീം കൂടി എന്റെ കൂടെ നിൽക്കില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒരു കാര്യം, ആ ടീമിനും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നിരന്തരം പ്രോഗ്രാമും ട്രെയിനിങ്ങും നടക്കുന്നുണ്ട്. ആ ടീമിനും വിശ്വാസം ഉണ്ടായിരുന്നു ഇത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. അപ്പൊ വീട് ജപ്തി ചെയ്ത് ഞാൻ പേരാമ്പ്ര ഒരു വാടക വീട്ടിലേക്ക് മാറ്റി രാവിലെ 6 മണിക്ക് തുടങ്ങി. എന്നോട് ശൈലേഷ് സാർ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ ശ്രീധർ അങ്ങനെ സീലിംഗ് അടിച്ച് പഠിപ്പിച്ചത്. സാർ എല്ലാ ആളും ട്രെയിനിങ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ലീഡേഴ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ചിട്ട് ശരിക്കും അന്നൊരു തീരുമാനമെടുത്ത്, ആ തീരുമാനമാണ് വീട് ജപ്തി ചെയ്ത് 4-ാമത്തെ മാസം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. കമ്പനിയുടെ സീലിംഗ് അച്ചീവറായി 2,10,000. ആ കിട്ടുന്ന സമയത്ത് അതിന്റെ കുറച്ച് ഒരു 6 മാസം മുമ്പ്, അല്ല ഒരു 5 മാസം മുമ്പ് വീട് ജപ്തി ചെയ്ത് 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ആഴ്ച ശ്രീധരൻ, നമ്മളെ ഇന്നത്തെ സിറ്റി സീലർ, അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് കൊയിലാണ്ടി. എന്നെ ആ പ്രോഗ്രാം ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും വേദനയുള്ള സാധനമാണ്. അവിടെ എനിക്ക് മൊമെന്റോ കാണിക്കുകയാണ്, ശ്രീ സാറെ നിങ്ങൾക്ക് തരാനുള്ള മൊമെന്റോ ആണ്. പക്ഷെ വീട് ജപ്തി ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ആ സ്റ്റേജുമ്മ കയറിയിട്ട് അത് വാങ്ങാനുള്ള പേടി എന്റെ STC ലീഡേഴ്സിൽ. അതുകൊണ്ട് ആ പ്രോഗ്രാമിന്ന് ഉച്ചക്ക് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട്. ആ സ്റ്റേജുമ്മ കയറാത്തെ ഒരിക്കലും എനിക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നല്ല, ഞാൻ 100% ഉറച്ചു വിശ്വസിച്ചു, മൈ ലൈഫ് എന്ന കമ്പനിയിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രീധരൻ രക്ഷപ്പെടും. ആ തീരുമാനമാണ് പിന്നീട് 4 മാസം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മൈ ലൈഫിന്റെ മാനേജ്മെന്റ് എന്റെ അക്കൗണ്ടിലേക്കും 2,10,000 വെറുതെ തന്നല്ല, ഓർഗ് ഫണ്ടിലും ടൂലും 17 ലക്ഷം ബിസിനസ് റോഡും എന്റെ ടീം, എന്റെ കൂടെ കട്ടക്കുന്ന ലീഡേഴ്സ്, ഒരാളെ പേര് തന്നെ എല്ലാ ലീഡേഴ്സും കട്ടയ്ക്ക് എന്റെ കൂടെ നിന്നിട്ടുണ്ട്. ആ സമയത്തും പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ടീമിൽ ചില സമയത്ത് നെഗറ്റീവുകൾ ഉണ്ടാവും. ഇതിൽ ചില ആളുകൾ അന്നേരവും നെഗറ്റീവ് കളിച്ച ആളുകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങളൊരു ടീം ഉണ്ടാക്കുമ്പോൾ അതിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് ആളുകൾ വരും.
എല്ലാ ആളുകളെയും പോസിറ്റീവായി നിൽക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു കാര്യം 100% കൂടെ വിശ്വസിക്കുക, നെഗറ്റീവായ ആളുകളും വരും. പക്ഷെ നിങ്ങൾ നെഗറ്റീവാകാൻ പോകരുത്. നിങ്ങൾ ഉള്ളിലേക്ക് ഒരിക്കലും നെഗറ്റീവ് കയറ്റാൻ നിൽക്കരുത്. നിങ്ങളൊരു പോസിറ്റീവായ തീരുമാനം എടുക്കുക. ഈ തീരുമാനം ഇങ്ങനെയാണ്. ഇപ്പൊ ഈ വരുന്ന 10 മാസം കൊണ്ട് ബെൽനിസാർ ടീമിലേക്ക് നമ്മുടെ AIGയിലേക്ക് വലിയ ഒരു ഓഫറുകൾ, നല്ലൊരു ടാർഗറ്റ്, ആ ടാർഗറ്റിൽ 100% ഞാനും ആത്മാർത്ഥമായി വർക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കുക. ആര് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ വിജയിക്കുമെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞ സുഹൃത്തുക്കളെ, 4 വർഷം കൊണ്ട് സീലിംഗ് അച്ചീവേഴ്സ് ആയതിനു ശേഷം ശ്രീധരൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും 1 ലക്ഷത്തിന് താഴോട്ടുള്ള വരുമാനം പോയിട്ടില്ല. ഓരോ മാസങ്ങളും വരുമാനം വർദ്ധിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആ വരുമാനം മന്ത്ലി ഇൻകം 7 ലക്ഷം രൂപ വരെ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ 7 ലക്ഷം എന്നല്ല, 7 ലക്ഷം രൂപ വരെ മന്ത്ലി വരുമാനം എനിക്കും കിട്ടിയിട്ടുണ്ട് വലിയ പേരോട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ 2,10,000 കിട്ടുന്നതിനോട് കൂടി എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ വീട് ജപ്തി ചെയ്ത് വീട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ഞാൻ ഭാര്യയും മക്കളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന്, ശരിക്കും ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് പോലും എടുക്കാതെ ഇറങ്ങി വന്ന് ഞങ്ങള് പേരാമ്പ്ര വന്നിറങ്ങുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായ സമ്പാദ്യം മൈലൈഫ് അയച്ച 14,000 രൂപയാണ്. എന്റെ വീട് ജപ്തി ചെയ്യുന്നതിന്റെ തലേ ദിവസം 14,000 രൂപ മൈലൈഫിന് അക്കൗണ്ടിൽ വെച്ചു. അതിൽ നിന്ന് 10,000 രൂപ ആ ഒരു വീടിന് വാടകയ്ക്ക് അഡ്വാൻസും കൊടുത്ത് 4,000 രൂപയ്ക്ക് കുട്ടിയേക്ക് ഡ്രസ്സും മാറി എന്നിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അന്ന് 6 മണി, രാവിലെ 6 മണിക്ക് ഇറങ്ങി രാത്രി 12, 1 മണി സമയം നോക്കാതെ പണിയെടുത്തു. ഇന്നും ഫീൽഡിലാണ്. ഇന്നലെ ഞാൻ കൊയിലാണ്ടി രഞ്ജിത്തിന്റെ വർക്ക്ഷോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റായിരുന്നു. ഇന്ന് ഞാൻ ഇടുക്കിയിൽ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റാണ്. നാളെ ഞാൻ മലപ്പുറത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റാണ്. മറ്റന്നാൾ ഗുരുവായൂർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റാണ്. ഞാൻ ഇപ്പോഴും ഫീൽഡിലാണ്. കാരണം എനിക്കറിയാം ഈ ഫീൽഡിൽ പണിയെടുത്താൽ വരുമാനം കിട്ടും. ഇപ്പൊ പല ആളുകളും TC ആകുമ്പോ എന്താണ് ലീഡർഷിപ്പിൽ നിൽക്കുകയാണ്, വരുമാനം എങ്ങനെ വരുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ ജനിച്ച ഓരോ വ്യക്തിക്കും ഒരു കഴിവുണ്ട്. അത് ബെല്ലിസാറെ കഴിവ് ശ്രീധരൻ ഉണ്ടാവില്ല, ശ്രീധരന്റെ കഴിവ് ശൈലേഷ് ഉണ്ടാവില്ല, ശൈലേഷ് സാർ കഴിവ്, ഇത് ഓരോ ആളെ കഴിവാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ കഴിവ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായ. എനിക്കൊരു കഴിവുണ്ട്, ആ കഴിവ് ഞാൻ പൂർണ്ണമായിട്ട് എനിക്കാവുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇന്ന് ഒരു ദിവസമെങ്കിലും സ്റ്റേറ്റ് ലീഡേഴ്സിന്റെ കൂടെ എനിക്കും റാങ്കിലും വരുമാനത്തിലും നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ശൈലേഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീധർ സാറെ ഏതാണ്ട് നമ്മൾ രണ്ടാളെ വരുമാനം ഒരുപോലെയാണ്. അത് എന്റെ മഹിമ പറയല്ല, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 100% അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്നത്, നമ്മളെ കമ്പനിയിൽ നിന്ന് ആരൊക്കെ വരുമാനമായിട്ടുണ്ടോ അത് വരുമാനമാകാൻ പറ്റും. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്, കഴിഞ്ഞ ദിവസം ബാബു തോമസ് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കമ്പനിയുടെ ഡയമണ്ട് 4ാം ക്ലാസ് വിദ്യാഭ്യാസം. 100% ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടിവരായിട്ട് പറയുന്നു, ഞാനും നാളെ മൈലൈഫിലെ ഒരു ഡയമണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മരിക്കുന്നതിന് മുമ്പ് ഇതിലെ ബാങ്കുകൾ അടിച്ച് ശ്രീധരൻ മരിക്കും. അതുവരെ പ്രവർത്തിക്കാനും ശ്രീധരൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, ഒരു പ്രാവശ്യം 2 കിട്ടിയപ്പോ പിന്നീട് നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ, ആദരവുകൾ, പിന്നെ എന്താ പറയാ, മാല, ബൊക്ക, പൊന്നാട, മൊമെന്റോ എല്ലാം ഒരു രാജാവിനെ പോലെ നമ്മളെ ലീഡേഴ്സ്, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ വാഴ്ത്തും. ഈ മാലയും ബൊക്കയെല്ലാം കിട്ടിയ സമയത്ത്, ആദ്യത്തെ 2 ഒരു മാലയും ബൊക്കയെല്ലാം കിട്ടിയ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് 2 ഡിജിറ്റ് എനിക്ക് ഒരു അംഗീകാരങ്ങൾ, ആദരവ് കിട്ടുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. സുബീഷ് മണി സാറിന്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് തലയിൽ ഒരു കിരീടവും ഒരു മാലയും ഒരു പൊന്നാടയും ഒരു മൊമെന്റോ കിട്ടുന്നത്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കടബാധ്യതകൾ വന്നിട്ട് പല പ്രാവശ്യവും പല ബാങ്കുകളും എന്റെ വീട്ടിൽ കയറി ഇറങ്ങും. ഈ വീട്ടിൽ കയറി ഇറങ്ങുന്ന സമയത്തിന് എന്റെ മക്കൾ കുതിരിഞ്ഞ് കരയും. അന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്, എന്തിന് ജീവിക്കണം. അങ്ങനെയായിട്ടും ചെയ്തിട്ട് ഞാനായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് കിട്ടുന്ന നാട്ടിൽ എന്തായിരിക്കും?
അന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഇവിടെയുണ്ട്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ വിജയിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായിട്ട് തീരുമാനമെടുക്കുക. ജപ്തി ചെയ്ത വീട് ഞാൻ തിരിച്ചു വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയാ? നല്ല വരുമാനങ്ങൾ, GST അടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം 2022 ഡിസംബറിൽ ഞാൻ 22,000 രൂപ GST വെച്ച് തുടങ്ങിയതാണ്. അത് 32,000 40,000 50,000 60,000 70,000 82,000. ഇപ്പൊ കഴിഞ്ഞ മുമ്പിലത്തെ മാസം 99,900,000 രൂപ, 100 രൂപയുടെ 1,00,000 രൂപ GST അടക്കുന്ന ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റി. വീട് ജപ്തി ചെയ്ത് കറങ്ങുന്ന സമയത്ത് എന്റെ മകൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ വിഷമിക്കണ്ട, പൈസ നമുക്ക് കിട്ടുന്ന. സത്യത്തിലെ ഏറ്റവും പ്രശ്നം ഒരു പെൺകുട്ടിയുടെ കല്യാണമായിരുന്നെന്ന്. ഏതൊരു അച്ഛന്റെ പറഞ്ഞാൽ എന്റെ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജപ്തി ചെയ്ത ആൾക്ക് മകളെ കല്യാണം കഴിക്കാൻ ആരും വരാവില്ല, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ സുഹൃത്തുക്കളെ, മൈ ലൈഫിൽ വിജയിച്ചത് കൊണ്ടും പിന്നീട് 3 വർഷം 2018 ജപ്തി കഴിഞ്ഞു, 19 ജപ്തി കഴിഞ്ഞു, 2021 ലാസ്റ്റ് ആകുന്നു എന്റെ മകളുടെ കല്യാണം എന്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് നടത്താൻ സാധിച്ചു. ഇപ്പം ഒരു വീട് എനിക്ക് വാങ്ങാൻ സാധിച്ചു. എന്തായാലും നിങ്ങളെല്ലാം അനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ടും ഞാനിപ്പോ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മാസം കൊണ്ട് എന്തായാലും ആ കാർ ഇറങ്ങാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാജയം വന്നാലും, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, എന്ത് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉള്ള പരിഹാരം MILAGE എന്ന കമ്പനി നിങ്ങൾക്ക് ഓരോ ആൾക്കും തരും. പക്ഷെ വെറുതെ തരുമെന്ന് നിങ്ങളും ഞാനും പ്രതീക്ഷിക്കരുത്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ തലമുറ, നമ്മുടെ ലീഡേഴ്സ് എന്താണോ ചെയ്തത് അത് നമ്മളും ചെയ്യാൻ തയ്യാറായാൽ 100% ഇതിൽ വിജയിക്കും എന്ന് നമ്മളെ ലീഡേഴ്സും ഞങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കൂടെ ഞങ്ങളെ എല്ലാ വിജയങ്ങളിലും ഞങ്ങളെ പരാജയങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിക്കാൻ ഞാനും നിങ്ങളെ കൂടെ 100% ഉണ്ടാവും. അപ്പൊ നമ്മളെ കൂടെ വരുന്ന എല്ലാവരെയും, ഇനി നമ്മൾ അത് മറ്റു ടീമായാലും എല്ലാ ആളുകൾക്കും ഒരു പോസിറ്റീവായ എന്താ പറയുക, അവരോട് പോസിറ്റീവായി മാത്രം സംസാരിക്കുക, നെഗറ്റീവുകളൊന്നും സംസാരിക്കാതെ അവർക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ ഒരു നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഒരാള് മൈ ലൈഫ് നാളെ ചെയ്യാതെ പോയാൽ, ആ കുടുംബം നാളെ പട്ടിണിയിലേക്ക് പോയാൽ, അതും ദൈവം ഒരു ശാപമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വരുന്ന എല്ലാ ആളോടും പോസിറ്റീവായി സംസാരിക്കാനും പോസിറ്റീവായി സപ്പോർട്ട് ചെയ്യാനും എല്ലാ ആളുകൾക്കും വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറ്, ഇപ്പോ പല മീറ്റിംഗ് പറഞ്ഞേ, എന്റെ കൂടെ ഇന്ന് CPM-ന്റെ നേതാക്കന്മാരുണ്ട്, RSSന്റെ ഉണ്ട്, ലീഗിന്റെ ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഇന്ന് എന്റെ ഓർഗ മണ്ണില് സീലിംഗ് അച്ചീവർ ആയിട്ടും നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടും കാർ അച്ചീവർ ആയിട്ടുണ്ട്. ഇവരൊക്കെ എന്റെ രാഷ്ട്രീയവും ഞാൻ അവരുടെ രാഷ്ട്രീയവും നോക്കിയിട്ടില്ല. അപ്പോ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരൊക്കെ നമ്മളെ വാക്കുകൊണ്ടും നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്നേഹം കൊണ്ടും വേറെ പറ്റിച്ചായി കഴിവൊന്നും നമുക്കില്ലെങ്കിലും നമ്മളെ സ്നേഹവും നമ്മളെ സപ്പോർട്ടും നല്ല വാക്കുകളും കൊടുത്ത് നമുക്ക് മറ്റുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങളും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് നാളുകളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം എനിക്കിന്ന് മീറ്റിംഗ് കയറാൻ അരമണിക്കൂറോളം വൈകിട്ടുണ്ട്. അതിന് സാഹചര്യം, കാരണം ഇന്ന് പുറത്ത് ഭയങ്കര മഴയാണ്, കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലാപ്ടോപ്പിൽ അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം അതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ സോറി പറഞ്ഞുകൊണ്ട് ഇതും നിങ്ങളൊരു പോസിറ്റീവായി കണ്ടാൽ മതി. ഒരു കാര്യം ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും വിജയിക്കാനുള്ള പ്ലാറ്റ്ഫോം MILAGE മാർക്കറ്റിംഗ് എന്ന കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവം നമുക്ക് തന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊറോണ സമയത്താണ് സൂമിൽ നമ്മളെ 9 ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്.
അന്ന് അതിനുശേഷം ഇതുപോലത്തെ മാരത്തോൺ ട്രെയിനിങ് നടത്താൻ വേണ്ടി അതിന് മുൻകൈ എടുത്തത് നമ്മുടെ ശൈലേഷ് ബാലൻ സാറാണ്. ശൈലേഷ് ബാലൻ സാർ ഒരു നിർദ്ദേശം വെച്ചു. അത് നമ്മുടെ GCA CTC ITC WTC ബാലൻ സാർ സപ്പോർട്ടോട് കൂടി 100% ഈ സാഹചര്യത്തിൽ ആവശ്യമാണെന്നും എന്തായാലും അത് വിജയിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. എന്തായാലും ഇന്ന് 5 ദിവസം അത് പൂർത്തീകരിച്ചു. കഴിഞ്ഞ 4 ദിവസവും ട്രെയിനിങ് വളരെ മനോഹരമായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ. നാളെ വരുന്ന മീറ്റിംഗിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരും. അത്രയും ഇനി വരുന്ന 2 ദിവസം നമ്മുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ്, ഞാൻ ഈ ബിസിനസ് വരുമ്പോൾ STC റാങ്കിലായിരുന്നു രണ്ടാളും, നമ്മുടെ അനിൽ സാറും അനൂപ് സാറും. എനിക്ക് STCയിലാണ് ആദ്യമായിട്ട് ആലപ്പുഴ ട്രെയിനിങ് എടുക്കുന്നത്. ഇന്ന് അവർ ഡയമണ്ട് ഷിപ്പിലേക്ക് വന്നു. കോടികൾ വരുമാനമാണ്. ഇനിയും ഒരുപാട് കോടികൾ വരുമാനം, അതെ, ഒരുപാട് റാങ്കുകൾ വർദ്ധിച്ച് അവർക്കും നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ലീഡേഴ്സിനും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലീഡേഴ്സിനും, എന്റെ ലീഡേഴ്സിനും, എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കിടെയും കുടുംബത്തിൽ നല്ല നാളുകളിൽ വലിയ വലിയ ഐശ്വര്യങ്ങളും സമൃദ്ധിയും വരട്ടെ എന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.